3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ ദുബായിലെത്തും. തെരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ദുബായിൽ നടത്തുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ദുബായ് KMCC പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിക്ക് സ്വാഗത സംഘം രൂപീകരിക്കാൻ വരെ ഒപ്പം നിന്ന് KMCC ഇപ്പോൾ ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ലോക കേരള സഭ, മലയാളം മിഷൻ തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് KMCC മുഖ്യമന്ത്രിയുടെ ദുബൈയിലെ പരിപാടികൾ ബഹിഷ്കരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ മുഖ്യമന്ത്രി UAE സന്ദർശിച്ചപ്പോഴൊക്കെ ആ പരിപാടി വളരെ ഗംഭീര വിജയമാക്കിയതും കൊണ്ടു നടന്നതൊക്കെ ഞങ്ങളുടെ പ്രവർത്തകന്മാരായിരുന്നു. ഇത്തവണ ഈ ഒരു ഇലക്ഷൻ ഒരു വെളിപ്പാടായാലും ഏകദേശം 10 ദിവസത്തിൻ്റെ അകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഒരു 3-4 മാസം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേരളത്തിൽ. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഈ വിദേശ സന്ദർശനം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും അതേപോലെ തന്നെ അതിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ആ പരിപാടിയുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത്. ലോക കേരള സഭ എന്ന് പറയുന്നതിൻ്റെ ആശയം തന്നെ ഇവിടെയുള്ള പ്രവാസികൾക്ക് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള സംവിധാനമാണ്. ആ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുക എന്നുള്ളതിലുപരി ഏതെങ്കിലും ഒരു പ്രവാസിക്ക് എന്തെങ്കിലും ഒരു ഗുണം ലഭിച്ചതായി ഇന്ന് വരെ ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് കേരള സഭ എന്ന് പറയുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ മുഖ്യമന്ത്രിക്ക് നൽകുന്ന ജനകീയ സ്വീകരണമാണ് ഡിസംബർ 1 CM ഇൻ ദുബൈ എന്ന പേരിൽ കേരളോത്സവത്തിൽ ഒരുക്കുന്നതെന്നാണ് സംഘാടക സമിതിയുടെ അവകാശവാദം. ലോക കേരള സഭയിലെ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്ന KMCC നേതാക്കൾ ഇപ്പോൾ അതിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് അവർ പറഞ്ഞു. കഴിഞ്ഞ ലോക കേരള സഭയ്ക്കകത്ത് പങ്കെടുത്തതാണ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ. ആ സഭയ്ക്കകത്ത് ഏറ്റവും നന്നായിട്ട് നിസാർ കളങ്കര, ആ സഭയ്ക്കകത്ത് ഏറ്റവും നന്നായിട്ട് സർക്കാരിന്റെ ലോക കേരള സഭയും സർക്കാരിനെ അഭിനയിച്ച് സംസാരിച്ച് പുത്തൂർ റഹ്മാനാണ്. നമ്മളത് മറന്നുകൊണ്ട. അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ നമ്മളിനകത്തുണ്ട്. 30 രാവിലെ ദുബൈയിലെത്തുന്ന മുഖ്യമന്ത്രി അന്ന് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ വിരുന്നിൽ പങ്കെടുക്കും. ഡിസംബർ 1 കേരളോത്സവത്തിലെ പൊതുപരിപാടിയിലും ബിസിനസ് മീറ്റിലും സംബന്ധിക്കും. 2 ദുബൈ ഭരണ നേതൃത്വത്തിലുള്ളവരെ കണ്ടാകും മുഖ്യമന്ത്രി നാട്ടിലേക്ക് മടങ്ങുക. മീഡിയ 1 ദുബായ്.